ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോകുന്ന GTA 5. അപ്പം ഞാൻ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. ലെസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാനും എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിപ്പോരുകയാണ്. ഈ വണ്ടിയിൽ നിന്ന് എന്തൊരു പുക. ഇവിടെ കുറച്ചും കൂടി പോയൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. ആരും വണ്ടി ഇങ്ങോട്ടാക്കിയത്? അതാരാ? വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഈ സ്ഥലം തന്നെ കുറച്ച് അപകടമായി തോന്നുന്നുണ്ട്. ലൈറ്റ് ഒറ്റക്ക് കത്തുന്നുണ്ട്. ബോണറ്റിൽ നിന്ന് നല്ല പുകയുണ്ട്. നമ്മളിനി എന്ത് ചെയ്യും? ഇവിടെ വർക്ക്ഷോപ്പൊന്നും ഇല്ല. നമുക്ക് വണ്ടിയിൽ നിന്നൊന്ന് ഇറങ്ങി നോക്കാം. നമുക്ക് കുറച്ച് മുന്നോട്ടൊന്ന് പോയി നോക്കാം. ഈ ബോണറ്റ് നമുക്കൊന്ന് പൊക്കി നോക്കാം. ബോണറ്റിൽ നിന്ന് നല്ല പുക ഉണ്ട്. വെറുതെ അല്ല പുക, എൻജിൻ കേടായിക്കണ്. ഇതിപ്പോൾ നമ്മളെങ്ങനെ വീട്ടിലേക്ക് പോകും? ഇവിടെ അടുത്താണെങ്കിൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചു മാറ്റി പോവാമായിരുന്നു. ഇവിടെ ഒരു വണ്ടിയും ഇല്ല. ഇനി എന്ത് ചെയ്യും? നേരം നേരത്താണ് അങ്ങനത്തെ പണിയൊക്കെ കിട്ടിയത്. നമ്മൾ അവിടെ ഒരു കൃഷിയുണ്ട്. നമുക്ക് ആ കൃഷീൻ്റെ അടുത്തൊന്ന് ചെന്ന് നോക്കിയാലോ? അവിടെ എന്തെങ്കിലും വീടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് സഹായമായിരുന്നു. വീടൊന്നുമില്ല. ഇതിൽ ആളുണ്ടോ? ആളുമില്ല. നമ്മൾ കുറച്ച് മുന്നോട്ട് ചെന്ന് നോക്കാം. മുന്നിൽ ആരെങ്കിലും ഉണ്ടാവും. മുന്നിൽ ഒരു വീടുണ്ട്. രക്ഷപ്പെട്ടു മോനെ. ഒരു വീടുണ്ട്. ഈ വീട്ടിലാരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. വേഗം ചെല്ലാം. ഹലോ, ആരെങ്കിലും ഉണ്ടോ? എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ കണിയിൽ ആരോ വന്ന് പെട്ടു. നമുക്കിങ്ങനെ അവനെ കൊല്ലാം, വെട്ടി നിർക്കാം. എന്നാ പിടിച്ചോ, ഒറ്റ അടിയാണ് തിരക്ക്. എന്നെ ഇങ്ങടെ കൊണ്ടുപോണത്? എന്നെ വിട്. നിന്നെ ഞാൻ വിടൂലടാ. രക്ഷിക്ക് ഡ്രൈവറെ, പിന്നെ രക്ഷിക്ക്. നിന്നെ ആരും രക്ഷിക്കില്ല. നടുത്താണ്. ഇതെവിടെ സ്ഥലം? തോള് ചളിയായി. കിഡ്നാപ്പൻ്റെ വീടാണ്. ഇവിടെ ഒരു കബോർഡുണ്ട്. അവിടെ എന്തോ ഒരു കൈയടയാളം ഉണ്ട്. അതും ചോര നിറഞ്ഞ. ഇനി ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ക്യാൻ യു ഫൈൻഡ് മീ? നിനക്ക് എന്നെ തരാൻ കഴിയുമോ? ആരെ തരണ്ടേ? എനിക്ക് തോന്നുന്നേ ആ കിഡ്നാപ്പറായിരുന്നു. എന്തായിരുന്നു ആ കിഡ്നാപ്പറിൻ്റെ പേര്? എനിക്കറിയായിരുന്നു, ഞാൻ പിന്നെ മറന്നുപോയി. ഗ്രാനി നമ്മളെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കുറച്ച് കഷ്ടക്കാരൻ. ഗ്രാനി എന്ന് പറയുന്ന ആൾ കുറച്ച് പെശക ഉള്ള ഒരാളാണ്. ഇവിടെ ഡോറിന് ഇത് തുറക്കാൻ പറ്റുമോ? ഇത് തുറക്കാൻ കഴിയണില്ല. ഇനി നമ്മളെന്ത് ചെയ്യും? ഒരു മാർഗമല്ലല്ലോ. ഇനി എന്ത് ചെയ്യും? നിന്നെ ഞാനവിടെ കടത്തിയതല്ലേ? നിന്നോട് ആരാ എണീക്കാൻ പറഞ്ഞ? ഓടിക്കോ ഫ്രാങ്ക്ലിനെ, ഓടിക്കോ ഫ്രാങ്ക്ലിനെ. ഓടി നമ്മളെ ബാക്കിൽ വരുന്നുണ്ട്. നമുക്കിവിടെ ഒളിച്ച് വെക്കാം. നമ്മൾ കണ്ടോന്നാവോ? കണ്ടിട്ടില്ല. ഇങ്ങോട്ട് വന്നിക്കുന്ന കണ്ടിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിൻജാനില്ലേ, ഓരിങ്ങോട്ട് വരാത്തത് ഭാഗ്യം. മോനൊരു ഇന്ത്യക്ക് പോയിക്കായിരുന്നു. എന്നാ പോയത്? ഓൻ ഒരു ദിവസത്തിനാണ് പോയത്. നാളെ വരും. പക്ഷെ ഓനോട് പറയണം നാളെ വരണ്ടാന്ന്. ഓനും ചിലപ്പോൾ ഈ അപകടത്തിൽ കുടുങ്ങും. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് ചെന്ന് നോക്കാം. ഇവിടെ എന്തോ ഉണ്ടല്ലോ, ടേബിള്. ഈ ടേബിളിൽ എന്താ ഒരു മനുഷ്യൻ്റെ തലയുണ്ടല്ലോ. കയ്യും തലയൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നു. എന്തോ ഉണ്ടല്ലോ. ഇത് പട്ടിക്കൂടാ എന്താന്നാവോ? നമുക്കൊന്ന് ഇതൊന്ന് തുറന്നു നോക്കാം. ഈ പെട്ടി. പക്ഷെ ഇത് തുറക്കാൻ കഴിയണില്ലല്ലോ. ഇതിൻ്റെ താക്കോല് നമ്മുടെ അടുത്തില്ല. അത് ഗ്രാനിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വേക്കാരം. വീട്ടിൽ ഗ്രാനി മാത്രമേ ഉള്ളൂ? അല്ല, കമല, ഗ്രാൻഡ്പ, എവില്ലൻ, അങ്ങനത്തെ കുറേ പ്രേതങ്ങൾ താമസിക്കുന്നുണ്ടെന്നാണ് തോന്നണേ. ഇവിടെ ഒന്നുമില്ല. അവിടെ എന്തോ ഇതിൽ ചാടിയൊക്കെ നീ കാണാൻ പറ്റുമോ? ഇവിടെ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ആ പെട്ടിനൊന്ന് വെപ്പൺസ് ഇട്ടാണെങ്കിൽ നമുക്ക് ഈ മതിൽ തുറക്കായിരുന്നു. ഗ്രാനി ഒന്ന് പോയോന്നാവും. ഗ്രാനി പോയിക്കണ്.
ഇനി അമ്മക്കും പോവാം. ആദ്യം ഈ കിണറുണ്ട്, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? കിണറ്റിലൊന്നുമില്ല, നല്ല കുറേ ഇലയുണ്ട്. നമുക്ക് ഇനി വീട്ടിൽ കയറാം. ആരുമില്ല, ഗ്രാനി എവിടെയാ ഉള്ളതെന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് ചെന്ന് നോക്കാം മുന്നോട്ട്. ഇവിടെ എന്തോ ഉണ്ടല്ലോ, അത് ലൈറ്റാ. ഇവിടെ ഗ്രാനി വരുന്നുണ്ടോ? Where are you? We can play hide and seek. ഇതാരാ പറയണേ? എനിക്ക് തോന്നുന്നു ഗ്രാനിയാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഇവിടെ എന്തോ ഒരു ടേബിൾ ഉണ്ടല്ലോ. ഇവിടെ ഇതാക്കണ ഏതോ എലിനെ കൊന്നുങ്ങാണ്ട് അതുകൊണ്ട് കറി വെച്ചിരിക്കുന്നു. ഇവിടെ നല്ല ഇഷ്ടമാണ്. ഇഷ്ടമായതുകൊണ്ട് എനിക്ക് വല്ലാതൊന്നും കാണുന്നില്ല. അതവിടെ ഗ്രാനിയുണ്ട്. അങ്ങോട്ട് പോകണ്ട, നമുക്ക് കുറച്ച് അവിടെ പോണവരെ അവിടെ ഒളിഞ്ഞു നോക്കാം. അവളെന്തോ പറയണുണ്ടല്ലോ. എന്താ പറയണേ? എനിക്ക് പേടിയുണ്ട്. എന്താ പറയണേ? നമുക്കൊന്ന് കേട്ട് നോക്കാം. അവനെവിടെ? അവനെ കിട്ടിയാൽ എനിക്ക് കറി വെച്ച് തിന്നണം. അവനെവിടെ? അവനെ ആദ്യം നമുക്ക് തരാം. എന്നെ കറി വെച്ച് തിന്നണോ? എനിക്കൊന്ന് കാണണം. നമുക്ക് ഗ്രാനി ഇവിടെ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. പക്ഷെ അതിന് മുമ്പ് ഗ്രാനി വരുന്നുണ്ടോയെന്ന് നോക്കട്ടെ. ഗ്രാനി വരുന്നില്ല. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഏതോ ചെറിയൊരു റൂമുണ്ടല്ലോ. ഇത് ചെറുതല്ല, വലിയ റൂമാണ്. കുറേ പേപ്പേഴ്സ് ഉണ്ട്. വെപ്പൺസ് ഒന്നുമില്ല. നമ്മൾ ആദ്യം കാണാൻ പെട്ടിൻ്റെ താക്കോൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? താക്കോൽ കാണുന്നില്ല. നമുക്ക് വീടിൻ്റെ മുകൾക്കൊന്ന് കയറി നോക്കാം. പിന്നെ വരുത്താണ്. പിന്നെ ആ തള്ളനെ അടിച്ചിട്ടല്ലോ. ആ തള്ളക്കൊന്ന് കൊടുക്കണം. ഭാഗ്യം ഇവിടെ ഗ്രാൻഡ്പിയും കമലയും വെല്ലനൊന്നും ഇല്ലാത്ത. ഓലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് രക്ഷപ്പെടുക? നമുക്കിനി വെല്ല ചെല്ലണം. ഗ്രാൻ ഇനി നമ്മളെ കണ്ട എന്തായാലും പണി പാടും. അപ്പോൾ ഗ്രാൻ ഇവിടെ ഉണ്ടോ? കാണുന്നില്ല. എൻ്റെ കയ്യിലെന്തോ ബോർഡുണ്ടല്ലോ. നമുക്ക് ആ ചുറ്റികമ്മക്കൊന്ന് എറിഞ്ഞ് നോക്കാം. എൻ്റെ അവിടെ ഗ്രാനി ഉണ്ട്. ആ ഗ്രാനി ഒന്ന് പോട്ടെ. ഞാൻ ആ ബോൾ എടുത്തില്ല. അവിടെ ഞാനൊരു ബോൾ കണ്ടിരുന്നല്ലോ. ഒന്നുകൂടി ചെന്ന് നോക്കാം. ആ ബോൾ നമ്മൾ എടുത്തോന്നൊരു ഉറപ്പില്ലല്ലോ. ഇവിടെ ഒന്ന് ചെന്ന് നോക്കാം. എവിടെയാണ് ആ ബോള്? ഇതെന്താ ബാറ്ററിയാണ്. അതെന്തെങ്കിലോട്ടെ. ഇവിടെ ഇത് ഗ്രാനിയുടെ ബെഡ്റൂമാണ്. നമുക്ക് ഈ ബെഡ്റൂമിൽ ചെന്ന് നോക്കാം. ബെഡ്റൂമിലൊന്നും ഇവിടെ ഡോറിൻ്റെ നമുക്ക് ഇതിൽ പുറത്തേക്ക് പോകാൻ പറ്റുമോ? എൻ്റെ എത്ര മാസം എടുത്തിട്ട് എനിക്കിത് തുറക്കാൻ കഴിയുന്നില്ല. നമ്മളെന്ത് ചെയ്യും? ഇവിടെ ഇതാണ്. ഞാൻ ബോൾ എടുത്തിട്ടില്ല, കണ്ടിട്ടുള്ളൂ. നമുക്ക് ഈ ബോൾ എടുക്കാം. ഈ ബോൾ എടുക്കാം. ചെറിയ 3 ബോൾ എടുക്കാം. ഗ്രാനിൻ്റെ എന്താ ഒച്ചയൊക്കെ ഉണ്ട്. ഒച്ച എനിക്ക് കേൾക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടോന്നാവോ? ഗ്രാനിൻ്റെ മേത്തൊക്കെ തിരഞ്ഞത് കഴിച്ചുണ്ട്. ഗ്രാനിമൊക്കെ എറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകുമ്പോഴുള്ള. ഓടിക്കോ. ഗ്രാനി അവിടെ കാണുന്നില്ലല്ലോ. ഉണ്ടോ അവിടെ? അവിടെ കാണുന്നില്ല. ഇവിടുന്ന് അറിയണോ? ഗ്രാനി വരുന്നുണ്ടോയെന്ന് തോന്നുന്നു. ഓളവിടെ? ഓളെ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. അവളെവിടെ? ബാക്കിലെന്തോ ആരോ നടന്നു വരുന്ന വെച്ചേക്കുന്നുണ്ടല്ലോ. അന്നേലാവട്ടെ. ഗ്രാനി വരുന്നുണ്ടോ? വരുന്നില്ല. എറിഞ്ഞു നോക്കാം.
ചാടിയോ? ഇല്ല. ഒന്നും കൂടി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇതും ചാടിയില്ല. ഇതിൻ്റെ ലാസ്റ്റോടെ ഇതെന്തായാലും നമുക്ക് ചാടിച്ചണം. ഞാൻ വരുന്നില്ലല്ലോ. വേഗം അറിയാം. ചാടിയാൽ മതിയായിരുന്നു. ഇന്ന് പിടിച്ചോ. ആ ചാടി. ഇത് ചാടിയപ്പോൾ നല്ല ഒച്ചുണ്ട്. ഗ്രാനിയമ്മ കണ്ടോടിക്ക പോനെ. കണ്ടായി വിട്ടോ. ഗ്രാനി വരുന്നുണ്ട്. ഒരു കാണാതെ നമുക്ക് ഓടണം. ആ ചുറ്റിക കിട്ടി നമുക്ക് രക്ഷപ്പെടാം. ഗ്രാനി വരുന്നില്ല. അതെങ്കിലും വലിയ കാര്യം. ചുറ്റി കിടക്കാം. അപ്പോൾ നമ്മൾ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡോറ് പോയി തുറക്കാം. അവിടെ ഗ്രാനി വരുന്നുണ്ട്. ഓളെ കയ്യിലൊന്ന് ബേസ്ബോൾ ബാറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തച്ച് കൊല്ലും. നമുക്ക് ഇനി വയ്യൊന്നുമില്ല. അവിടെ ഏതോ ഡോറുണ്ടായിരുന്നില്ല ബെഡ്റൂമിൻ്റെ അടുത്ത്. അവിടേക്കൊന്ന് ചെന്ന് നോക്കാം. അവിടുത്തെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഭാഗ്യം. കാല് എഴുത്താവുന്നുണ്ട് ഈ ഗ്രാനിൻ്റെ ഒപ്പം ഇങ്ങനെ ഓടിക്കളിച്ചിട്ട്. ഇവിടെ ഒരു ഡോർ നമുക്ക് വേഗം തുറക്കാം. ഗ്രാനി വരുന്നുണ്ടെന്ന് തോന്നുന്നു. വേറെ അറിയൂ അടച്ചടപ്പേ. ഒച്ചയൊക്കെ ഉണ്ടല്ലോ. വേഗം തീർത്തോ. ഇങ്ങനെ ചാടിയാൽ മതിയെന്നല്ലേ. നമുക്ക് വേഗത്തിൽ ഇറങ്ങിപ്പോവാം. ഗ്രാനി ഞാൻ ഇറങ്ങിയത് കണ്ടിട്ടില്ല. പക്ഷെ ഇവിടുന്ന് ചാടി ഒരു ഒച്ച ഇട്ടിങ്ങനെ. നമുക്ക് വേഗം പോകണം. ഇത് എനിക്കോണ വല്ല വണ്ടിയാ. ഇത് വണ്ടി നല്ലതാണ്. പക്ഷെ വണ്ടി ഉണ്ടായിട്ട് എന്താ കാര്യം? ഈ ഗ്യാരേജ് തുറയുന്ന ഒരു ഉറപ്പില്ലല്ലോ. ഗ്യാരേജ് ഇതിൻ്റെ ബോണറ്റ് തുറന്നപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ വണ്ടി എടുത്ത് പോവാം. പക്ഷേ ഇത് തുറയോന്നാവേ. ഗ്യാരേജ് തുറയില്ല എന്നാണ് തോന്നുന്നത്. തുറയണില്ല. പിന്നെ വെറുതെ അടിച്ചു. ഗ്രാനി എനിക്ക് തോന്നുന്നു ഗ്രാനി ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവുന്ന. നമുക്ക് നമ്മളെ ചുറ്റി കൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് തുറക്കാൻ നോക്കാം. ആ ചുറ്റി കൊടുത്തു. ഇവിടെ നേരുണ്ട് ഒരു തോക്കുണ്ട്. ഈ തോക്ക് നമുക്ക് ഈ തോക്ക് വേണ്ട. നമ്മളടുത്തുണ്ട് തോക്ക്. നമ്മൾ കുറേ തോക്കുണ്ട് നമ്മളടുത്ത്. വേഗം തുറന്ന് കിട്ടിയാൽ മതിയാകും. ഇപ്പം നല്ല അടിച്ചുണ്ട്. ഇത് തുറന്നു. ഗ്രാനി വരുന്നുണ്ട്. ഓടിക്കോ. ലെറ്റ്സ് ഗോ. എന്താ ഗ്രാനി മോഡേണാ? നമുക്ക് വേഗം ഈ സ്ഥലത്തുനിന്ന് പോവാം. അവന് രക്ഷപ്പെട്ടു. ഇനി അവൻ്റെ കൈ കിട്ടിയ ഞാൻ അവനെ കാര്യത്തിൽ തീരുമാനമാക്കും. നമുക്കിനി വേഗം പോയി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോകണം. ഇത് ഗ്രാനിൻ്റെ ഒരു വണ്ടിയല്ലേ? എനിക്ക് തോന്നുന്നത് ഇത്തിരി പെശകായൊരു വണ്ടിയാണെന്നാണ്. ഓല വണ്ടിയല്ലെന്ന് പെശകാരം. കാരണം ഒരു പ്രേതങ്ങളല്ലേ. ഒരു വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. ഇതാണ് നമ്മളെ വണ്ടി. നമ്മളെ വണ്ടി ഇപ്പോഴും പുകയാണ്. ഈ വണ്ടീൻ്റെ ഉള്ളിൽ എൻജിൻ നല്ല പുക വരുന്നുണ്ട്. നമുക്ക് ആദ്യം വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ നമ്മൾ ലോസ് ആൻഡൽസ് സിറ്റിക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ വണ്ടികളൊന്നും കാണുന്നില്ല കേട്ടോ. നമുക്ക് വേഗം ഉള്ളിൽ കയറാം. ഉള്ളിലാരും ഇല്ലേ? പോലീസുകാരൊന്നും ഇല്ലേ? അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. സാറേ എന്താടാ? എന്താ പ്രശ്നം? നമ്മളേ പാലോറ്റബേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇതുണ്ട്. ഗ്രാനി എന്ന് പറഞ്ഞ സ്ഥലം. അവൾ നല്ല പെശകാണ്. അവൾ എന്നെ കുറേ അടിക്കുകയൊക്കെ ചെയ്തു. സാറേ വാ, ഇതാണ് ആ സ്ഥലം. ഇത് ശരിക്കും ഹോണ്ടഡ് ഹൗസ് ആണല്ലോ. എന്നാൽ ഫ്രാങ്ക്ലിനെ ഞങ്ങളിവിടെ കാര്യം നോക്കിക്കോണ്ട് ഇജ് പോയിക്കോ. അല്ലേ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരുണ്ടായിട്ടും ഒരാളിപ്പോൾ ഗ്രാനി പിടിച്ചാലും ഒരാളും വേണ്ടേ രക്ഷിക്കാൻ. രണ്ടാളെയും മുറിച്ചാലും ഞാൻ വേണ്ടി വരൂലേ? എനിക്ക് വലിയ പേടിയൊന്നുമില്ല. എന്നാലും നിങ്ങളും കൂടി ഒന്ന് ധൈര്യത്തിനുണ്ടായിക്കോട്ടെ എത്തിയിട്ടാ വിളിച്ചത്. ഗ്രാനി ഒന്ന് വിളിച്ചാൽ. ഹലോ ഗ്രാനിയ, കുടുങ്ങിയില്ലേ? ഇതെന്തിനാ അവനെ കാട്ടിയത്? സോറി സാറേ. ഇനി സോറി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി പോലീസുകാരനൊപ്പം പോകേണ്ടി വരുമോ? അങ്ങനെ അവസ്ഥ വരാതെ എന്നാൽ മതിയായിരുന്നു. അപ്പോൾ
ഇവിടെ പിടിച്ചാലോ ഫ്രാങ്ക്ലിനെ? ആ സാറേ പിടിച്ചോളി. അപ്പോൾ ഈ കാര്യം ഞങ്ങളോട് അറിയിച്ചതിന് നല്ല താങ്ക്സ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് പിന്നെ വണ്ടി എന്തിനും പറ്റിയാലേ ഓലും ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇവളിപ്പം കുടുങ്ങിങ്ങാണ്ട് ഇവളെ കിഡ്നാപ്പ് ചെയ്യും. അതുകൊണ്ട് ഇത് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവളെ ഒന്ന് പുളിക്കാൻ പറ്റി. അപ്പോൾ സാറേ സൂക്ഷിച്ചോണി. നിങ്ങളെ ബാക്കിലേക്ക് ആനിയാണ്, ഓളത്ത് ബേസ്ബോൾ ബാറ്റ് ഉണ്ട്. അതുകൊണ്ട് തലക്കടിച്ചാൽ സാറിൻ്റെ ബോധം പോവും. കണ്ടോ സാറേ, ഇവിടെ അല്ലേ ഈ ഡോറുണ്ടോ? ആരെങ്കിലും കയറിയാൽ പൂട്ടാനാണ്. അല്ല ഫ്രാങ്ക്ലിൻ, അവിടെ ഡോറുണ്ടല്ലോ സാറേ. ഈ ഡോറല്ല, ഇവിടെ കുറേ മതിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയെന്നാവും. പിന്നെ ഇവിടെ ഏതോ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ടേബിളിൽ ഏതൊരാളുടെ ഇറച്ചി വെട്ടി നുറുക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. ഇവിടെ ശരിക്കും ആൾ പെശ കയറിയപ്പോൾ സാറേ നിങ്ങൾ വേണം പിടിച്ചോളിയും. ലോക്കപ്പിൽ ഇടണ്ട കേട്ടോ. ലോക്കപ്പിലുണ്ടാ ജയിലിൽ കൊണ്ടുപോയിടാം. നമ്മളെ സാൻഡി ഷോർസിലൊരു ജയിൽ വലിയത് അവിടേക്ക് കൊണ്ടുപോയാൽ മതി. ആ ഫ്രാങ്ക്ലിനെ ഞാൻ അവിടേക്ക് തന്നെ അവളെ കൊണ്ടുപോകണത്. ലോക്കപ്പ് ഫുള്ളാണേ. ഇപ്പോൾ ഈ ലോസ് ആൻഡോസിൽ ഫുള്ള് ക്രൈമാണ്, വേറെ ഒന്നുമില്ല. ആ ഫ്രാങ്ക്ലിനെ സാറേ ഇങ്ങോട്ട് നോക്ക്. ഇവൾക്ക് വന്നപ്പോൾ എൻ്റെ വണ്ടിക്ക് എന്തോ പറ്റി. അത് ഞാൻ റിപ്പയർ ആക്കിങ്ങാണ്ട് വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് തരാം. വേണ്ട, ഞാൻ ഇവിടെ നിൽക്കാം. എന്നാൽ ശരി, ഞാനേ ലോസിനെ കസ്റ്റംസ് പോവാം. അപ്പം ശരിയായി, വണ്ടി ശരിയായി കിട്ടി. സാറ് ടോട്ടൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ ശരിയാക്കി. അണ്ണൻ എങ്ങോട്ടാ പോയിന്ന്? ഞാനേ മറ്റേ ഈ വണ്ടി എടുത്തുകൊണ്ട് പാലേറ്റവേഗം ഒന്ന് പോയതായിരുന്നു. ലെസ്റ്ററിൻ്റെ ബർത്ത്ഡേ പാർട്ടി അല്ലേ. നിന്നെ ആരെങ്ങോട്ടാക്കിയത്? നിന്നെ ഞാൻ കൊണ്ടുപോയതല്ലോ. ലെസ്റ്റർ മാമനാക്കിയത്. ഇതാണ് ഞാൻ വന്ന വീട്. ഷിൻചാനെ ഇജാടെ നിന്നോട്ടോ. എന്താണ് എനിക്ക് വരാൻ പറ്റൂല? നമുക്ക് ഈ വീട് അതെ മോളോട്ടവും ആദ്യം മോളോട്ടോ ഒക്കെ എറിഞ്ഞാണ്ട് വീടാൻ പൊട്ടിച്ച. അത് സ്റ്റിക്കി ബോംബ് കുറച്ച് ഇട്ടേക്കാം, കുറേ ഇടാം. അപ്പോൾ നമ്മൾ കുറേ സ്റ്റിക്കി ബോംബ് ഇട്ടിക്കണേ. ഇതെല്ലാം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യണ മുമ്പ് ഗ്രാരി ഇവിടെ ഉണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.